ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി നിതിൻ നബീൻ രാവിലെ 11 മണിയോടെ ചുമതലയേൽക്കും. BJP കേന്ദ്ര കാര്യാലയത്തിലെത്തിയാണ് ചുമതല ഏറ്റെടുക്കുക. വിവരങ്ങളുമായി ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, ഇന്നലെയാണ് ബീഹാറിൽ നിന്നുള്ള നിതിനെ വർക്കിംഗ് പ്രസിഡന്റായി നിയോഗിക്കുന്നത്. ഇന്നാണ് ചുമതലയേൽക്കുന്നത്. BJPയിൽ കൃത്യമായൊരു തലമുറ മാറ്റത്തിന്റെ തുടക്കമോ? കൃഷ്ണരാജൻ, 45 വയസ്സ് എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പമാണ്. കാരണം 45 വയസ്സിൽ നിന്നാണ് തങ്ങളുടെ രാഷ്ട്രീയ ഭാവി അത് സ്ഥിരമായി കെട്ടിപ്പടുത്ത് വരുന്നത് എന്നുള്ളതാണ്. ആ ഒരു ധീരമായ തീരുമാനം BJP എടുത്തു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. അതും ബീഹാർ പോലെ ഒരു സംസ്ഥാനത്ത് നിന്നും ഏറ്റവും പിന്നാക്കം, രാജ്യത്ത് ഏറ്റവും അധികം പിന്നാക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയായിരുന്നു ഇതുവരെയും ബീഹാർ. പക്ഷെ അവിടെ BJP NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര സർക്കാർ ആ സംസ്ഥാനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ്. അവിടെ നിന്നും ഇതാ ഇപ്പോൾ ഒരു ദേശീയ വർക്കിംഗ് പ്രസിഡന്റിനെ BJP തെരഞ്ഞെടുത്തിരിക്കുന്നു. സമ്പൂർണമായ തലമുറ മാറ്റം. 45-ാം വയസ്സിൽ ഒരു അധ്യക്ഷൻ വരുമ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്നത് അതാണ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം 4 തവണയായി ബംഗപ്പൂരിൽ നിന്നും MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്നയാളാണ്. ബീഹാറിലെ മുതിർന്ന BJP നേതാവിന്റെ മകൻ കൂടിയാണ് അദ്ദേഹം. യുവമോർച്ചയുടെ മുൻ ദേശീയ സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹം. ഛത്തീസ്ഗഡിന്റെ പ്രഭാരി, അതിന്റെ ചുമതലയുള്ള പ്രഭാരി കൂടിയാണ് അദ്ദേഹം. അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലും ഭരണതലത്തിലും, ഇപ്പോൾ മന്ത്രി കൂടിയാണ് ബീഹാറിലെ, ഭരണതലത്തിലും ഓർഗനൈസേഷൻ തലത്തിലും 2 മേഖലയിലും തന്റെ കഴിവ് തെളിയിച്ചതിന് ശേഷമാണ് നിതിൻ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി വരുന്നത്. ജനുവരി 14-ാം തീയതി കിട്ടുന്ന വിവരം അനുസരിച്ച് അദ്ദേഹത്തെ ഒരു പക്ഷേ BJPയുടെ ദേശീയ അധ്യക്ഷനായി സജസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനുമപ്പുറം ഏപ്രിലിൽ നാഷണൽ എക്സിക്യൂട്ടീവിന് ശേഷം അദ്ദേഹം വരും എന്നുള്ള പ്രതീക്ഷയും ഇപ്പോൾ ഇതിനോടകം തന്നെ BJP വൃത്തങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് തലമുറ മാറ്റത്തിലൂടെ രാജ്യത്ത് ചെറുപ്പക്കാരുടെ സുശക്തമായ നിര കെട്ടിപ്പടുക്കാൻ BJP ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ ഇതിനോടകം തന്നെ അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം BJP കേന്ദ്ര കാര്യാലയത്തിൽ അദ്ദേഹം എത്തിച്ചേരും. തന്റെ ചുമതല അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്യും. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്നത് വെല്ലുവിളികളുടെ നാളുകളാണ്. കാരണം ബംഗാൾ ഇലക്ഷൻ വരാൻ പോകുന്നു, കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, തമിഴ്നാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഈ 3 സ്ഥലങ്ങളിലും BJP അധികാരത്തിലില്ലാത്ത സ്ഥലമാണ്. എന്തെങ്കിലും ഒരു സാധ്യത BJP മുൻപേ തന്നെ നേടിയിട്ടുള്ളത്, പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് ബംഗാളിലാണ്. അവിടെ പ്രതിപക്ഷമാണ്. തമിഴ്നാട്ടിലും കേരളത്തിലും BJP ശക്തമായ മുന്നേറ്റം കൂടി നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ തലമുറ മാറ്റം ഗുണം ചെയ്യും എന്നുള്ളതും BJP പ്രതീക്ഷിക്കുന്നു. ഇന്നെന്തായാലും 11 മണിക്ക് അദ്ദേഹം ചുമതല ഏറ്റെടുക്കും. തത്സമയം അത് ജനം TVയിലൂടെ പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. BJP ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി നിതിൻ നബീൻ രാവിലെ 11 മണിയോടെ ചുമതലയേൽക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ